Part now. एक गिरगिट हेनरी. Complete exercise of chapter 9 for 6th class. 6ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പാർട്ട് 9ൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് തരുന്നത് കേട്ടോ. एक गिरगिट हेनറി. ഓക്കെ, ബത്തായിയെ ആൻസർ ഓർലി. ഓറലായിട്ടാണെങ്കിൽ പോലും ഇത് നിങ്ങൾ എഴുതാനുള്ളത് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ലേഖക ഘർ മേ കിസ്കി കമി നഹി തി. ലേഖകൻ്റെ വീട്ടിൽ എന്തിൻ്റേതാണ് ഒരു കുറവുമില്ലാതിരുന്നത്? ലേഖക ഘർ മേ പശു പക്ഷിയും കി കമി നഹി തി. ലേഖകൻ്റെ വീട്ടിൽ പശു എന്ന് പറഞ്ഞാൽ ആനിമൽസ്, മൃഗങ്ങളുടെയും പക്ഷികൾക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരു കുറവും ഇല്ലായിരുന്നു. ലേഖക ഘർ മേ പശു പക്ഷിയും കി കമി നഹി തി. ओके, क्वेश्चन नंबर ख. घर में किसका आगमन रोज होता था? വീട്ടിൽ എന്തിൻ്റെ ആഗമനമാണ് സന്തോഷമുണ്ടാക്കിയിരുന്നത് അഥവാ രോമാഞ്ചമുണ്ടാക്കിയിരുന്നത്? घर में पशु പക്ഷിयों का आगमन बड़ा रोचक होता था. വീട്ടിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആഗമനം വളരെ ആനന്ദമുണ്ടാക്കിയിരുന്നു, വളരെ രോമാഞ്ചമുണ്ടാക്കിയിരുന്നു. സമയാസമയങ്ങളിൽ ലേഖകൻ്റെ വീട്ടിലെ ഈ ജീവികളെല്ലാം എത്തിപ്പെടുമായിരുന്നു. നമുക്കറിയാം, ഈ ഹെൻറിയെ വരെ ലേഖകൻ്റെ ദാദാജി വീട്ടിൽ കൊണ്ടുവന്നുവെങ്കിൽ ദാദാജി എന്തെല്ലാം ജീവികളെ കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാം. घर में किसका आगमन रोज होता था? വീട്ടിലെ ആരുടെ ആഗമനാണ് വളരെ രോമാഞ്ചമുണ്ടാക്കിയിരുന്നത്? घर में പശു പക്ഷിयों का आगमन बड़ा रोज होता था. വീട്ടിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആഗമനമാണ് രോമാഞ്ചമുണ്ടാക്കിയിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ക. ലേഖ ഹെൻറിക്കോ ഖതർനാക്ക് ക്യോ നഹി മാൻതാ ഥാ. ആളുകൾക്ക് പേടിയാണ് അല്ലെ, എന്തായാലും ഒരു ഓന്തിനെ കണ്ടാൽ പോലും പേടിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മരയൊന്നിനെ കണ്ടാൽ പേടിക്കും, ഉറപ്പാണ് പേടിക്കും അല്ലേ. ഈ ചെമലയെ കാണുന്നവർ പേടിക്കാതിരിക്കലും. എന്നിരുന്നാലും അത് വളരെയേറെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പോലും അവൻ്റെ വായു ഓപ്പൺ ആയിരിക്കും കേട്ടോ. ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ചെമലേൻ്റെ വായു ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ പോലും അവൻ്റെ വായ്ക്കകത്ത് കൈ ഇട്ട് വളരെ ഒരു ദ്രോഹവുമില്ലാതെ ഒരു വിഷമവുമില്ലാതെ കൈ പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് ലേഖകൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കടിക്കൊന്നുമില്ല, പാവമാണ്, അവനൊരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല എന്ന് ലേഖകൻ പറയുന്നു. ഓക്കെ, हेनरी को खतरनाक नहीं मानता क्योंकि गुस्सा होने पर भी हेनरी के मुंह में उंगली आराम से निकालने देता था. ഹെൻറി വളരെയേറെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ്റെ വായിൽ വിരലിട്ടിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു വിഷമവുമില്ല അതേ കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് ആണ് ലേഖകൻ പറയുന്നത്. അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത് ഹെൻറി ഒരു ഖതർനാക്ക് ജീവി അല്ല എന്ന്. ഓക്കെ, ഖതർനാക്ക് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആട്ടോ, ഡേഞ്ചറസ് അല്ല, അത് അപകടകാരി അല്ല എന്ന് ലേഖകൻ പറയുന്നു. लेखक हेनरी को खतरनाक क्यों नहीं मानता था? लेखक हेनरी को खतरनाक नहीं मानता था क्योंकि गुस्सा होने पर भी हेनरी के मुंह में उंगली आराम से निकाल देने देता था. ओके, എഴുതി വെക്കുക കേട്ടോ. താങ്ക് യു. क्वेश्चन नंबर घ. लेखक का घर स्कूल से कितनी दूर था? ലേഖകൻ്റെ വീട് സ്കൂളിൽ നിന്നും എത്ര ദൂരത്തിലായിരുന്നു? लेखक का घर स्कूल से 3 ब्लॉक दूर था. 3 ബ്ലോക്ക്. 3 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 3 ബ്ലോക്ക്. ബ്ലോക്ക് മീൻസ് അത് മൈൽ ആയിരിക്കും കേട്ടോ. 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ലേഖകൻ്റെ വീടും ഈ സ്കൂളും തമ്മിലുള്ള അകലം. ഓക്കെ, लेखक का स्कूल से 3 ब्लॉक दूर था. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ലേഖകോ ക്യാ വിശ്വാസ നഹി താ. ലേഖകന് വിശ്വാസമില്ലാതിരുന്നത് എന്താണ്? ലേഖകോ വിശ്വാസ നഹി താ കി ഹെൻറി പുനഃ വാപ്പസ് ലൗട്ടേക. തിരിച്ചു വരുമെന്ന് അവന് ഒരു വിശ്വാസമില്ലായിരുന്നു. അന്ന് നഴ്സറി സ്കൂളിൽ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കിയല്ലോ, അത് കഴിഞ്ഞ് ജനലിലൂടെ പുറത്ത് ചാടിപ്പോയി നമ്മുടെ ഹെൻറി അല്ലേ. അതിനുശേഷം വീണ്ടും ഹെൻറി തിരിച്ചു വരുമെന്ന വിശ്വാസമായിരുന്നു ലേഖകനും ദാദിമായ്ക്കും ഒന്നും ഇല്ലാതിരുന്നത്. ഓക്കെ, ലേഖകോ വിശ്വാസ് നഹി താ കി ഹെൻറി പുനഃ വാപ്പസ് ലൗട്ടേക. താങ്ക് യു. ശ്രവൺ കൗശൽ. गिरगिट കൈസ പ്രാണി ഹേ. ഗിർഗിറ്റ് എങ്ങനെയുള്ള ജീവിയാണ്?
ഗിർഗിട്ട് ക അപ്പന അലഗ് വർഗ് ഹേ. ഗിർഗിട്ട് വ്യത്യസ്തമായ ഒരു തരത്തിലുള്ള ജീവിയാണ്. സ്വയം തന്നെ അത് വ്യത്യസ്തപ്പെട്ടാണ് ഇരിക്കുക. ഏക സാധാരണ സരീസൃപ് നഗിഹേ. ഇത് സാധാരണ ആയിട്ടുള്ള സരീസൃപ് ഉദരവർഗത്തിൽപ്പെട്ട ജീവിയല്ല. ഉരകവർഗം കേട്ടോ, ഉദരമല്ല, ഉരകവർഗത്തിൽപ്പെട്ട ജീവിയല്ല. സരീസൃപ് എന്ന് പറഞ്ഞാൽ റെപ്റ്റിൽസ് അറിയാമല്ലോ അല്ലേ. ആനിമൽസിനെ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. കാർണിവോർസ്, ഹെർവിവോർസ്, ഓംനിവോർസ്, സ്കാവഞ്ചേഴ്സ്, റെപ്റ്റിൽസ്, അക്വറ്റിക് ആനിമൽസ്, ഇങ്ങനെ പലതരത്തിലും തിരിച്ചിട്ടുണ്ട്. അതിൽ റെപ്റ്റിൽ വർഗപ്പെട്ട സാധാരണ റെപ്റ്റിൽ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയല്ല ഗിർഗിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഖ. ഗിർഗിറ്റ് കി ജീഫ് കൈസി ഹോത്തി ഹെ. ഗിർഗിറ്റിൻ്റെ നാവ് എങ്ങനെയുള്ളതാണ്? ഗിർഗിറ്റ് കി ജീഫ് ഉസ്കെ ശരീർ കി തരഹ് ലംബി ഹോത്തി ഹെ. അതിൻ്റെ ശരീരം പോലെ തന്നെ നീളമുള്ളതാണ് അതിൻ്റെ നാവ്. ജീഫ് എന്ന് പറഞ്ഞാൽ ടങ്ക്, നാവ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഗ. गिरगिट में तोते के पंजों जैसा क्या होते हैं? गिरगिट में तोते के पंजों जैसा क्या है? ഗിർഗിട്ടിലെ തോത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തയുടെ കാലുകൾ പോലെയുള്ളിരിക്കുന്നത് എന്താണ്? തത്തയുടെ പഞ്ചം എന്ന് പറഞ്ഞാൽ ക്ലോസ് ആണ്, കാൽപ്പത്തികൾ, കാലുകൾ കേട്ടോ, കാൽപാദങ്ങൾ. തത്തയുടെ കാൽപാദങ്ങൾ പോലെ ഇരിക്കുന്നത് എന്താണ്? ഗിർഗിട്ടയ്ക്ക് ഊങ്കുലിയം ഔർ അങ്കുട്ടെ. ഗിർഗിട്ടിൻ്റെ ഊങ്കുലിയം വിരലുകളും അങ്കുട്ടെ കൈപ്പത്തികളുമാണ് തോത്തേക്ക് പഞ്ചം ജയ്സേ ഹോത്തേ ഹേ. തോത്തയുടെ കാലുകൾ പോലെ ഗിർഗിട്ടയ്ക്ക് ഊങ്കുലിയം ഔർ അങ്കുട്ടെ തോത്തേക്ക് പഞ്ചം ജയ്സേ ഹോത്തി ഹേ. ഗിർഗിട്ടിൻ്റെ കൈവിരലുകളും കൈപ്പത്തികളുമാണ് തത്തയുടെ കാലുകൾ പോലെ കാണപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഖ. ഹെൻറി ലേഖക് സെ പഹലി ബാർ കൈസെ മില. ഹെൻറിയും ലേഖകനും ആദ്യം എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഹെൻറി ലേഖക് സെ പഹലി ബാർ ബഡി സാവധാനി സെ മില. വളരെ ശ്രദ്ധാപൂർവമാണ് ഹെൻറി ലേഖകനുമായി കണ്ടുമുട്ടിയത്. ലേഖകൻ്റെ അടുത്ത് വളരെ ശ്രദ്ധാപൂർവമാണ് ഹെൻറി മീറ്റ് ചെയ്തത് കേട്ടോ. ലേഖകനുമായിട്ട് വളരെ ഉപദ്രവിക്കുമോ എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഹെൻറി ആദ്യം ലേഖകനുമായി മീറ്റ് ചെയ്തത് കേട്ടോ. ഹെൻറി ലേഖക് സെ പഹലി ബാർ ബഡി സാവധാനി സെ മില. लेखन कौशल. क्वेश्चन नंबर का. घर में ഹെൻറി का आगमन कैसे हुआ? വീട്ടിൽ ഹെൻറിയുടെ ആഗമനം എങ്ങനെയാണത് സംഭവിച്ചത്? एक बार दादाजी अपने मित्र से मिलने जा रहा था. उसी समय बगीचे के प्रवेश द्वार पर लोग चिल्ला रहे थे और झड़ियों से पीट रहे थे. दादाजी उसे बचाकर घर ले आए. घर में ഹെൻറി का आगमन कैसे हुआ? വീട്ടിൽ ഹെൻറി എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഏക് ബാർ ദാദാജി അപ്പനെ മിത്രസെ മിൽനെ ജാ രഹാ താ. ഒരു പ്രാവശ്യം ദാദാജി തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. ഉസി സമയം ബഗീച്ചയ്ക്ക് പ്രവേശ ദ്വാർ പർ. ആ സമയം തോട്ടത്തിൻ്റെ ഗേറ്റിനടുത്തായിട്ട് ലോക ചില്ലാ രഹത്തെ. ആടുകൾ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഝടിയോംസെ പീട്ട് രഹത്തെ. പിന്നെ വടികൊണ്ട് അടിക്കുകയായിരുന്നു. ദാദാജി ഉസെ ബച്ചാക്കർ ഘർ ലേ ഗയ. ദാദാജി അവരുടെ കൈകളിൽ നിന്നും ആ പാവം ഗിർഗിട്ടിനെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് ഹെൻറി വീട്ടിൽ ആദ്യമായി എത്തിപ്പെട്ടത്. ഓക്കെ, എഴുതി പഠിക്കുക കേട്ടോ. താങ്ക് യു. जब लेखक हेनरी के ऊपर उंगली रखता था तो उसमें क्या परिवर्तन होता था? ലേഖകൻ ഹെൻറിയുടെ ശരീരത്ത് മുകളിൽ കൈവിരൽ വയ്ക്കുമ്പോൾ അതിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാവുക? ഹെൻറിക്ക് ഉണ്ടാവുന്ന പരിവർത്തനം എന്താണ്? जब लेखक हेनरी के ऊपर उंगली रखा देता तो वह फूलकर बड़ा हो जाता. ലേഖകൻ ഹെൻറിയുടെ ശരീരത്തിന് മുകളിൽ വിരൽ വയ്ക്കുമ്പോൾ അത് ഇങ്ങനെ വിടർന്ന് വലുതായി തീരും. उसके फेफड़े शरीर में वायु भरते और उसका शरीर हरे से लाल में बदल जाता था. അവൻ്റെ ശരീരം എന്ത് ചെയ്യും? ശരീരം ലങ്സ്, ഫേഫട എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ് കേട്ടോ. ലങ്സിൽ നിന്നും വായു എടുക്കും. വായു കൊണ്ട് ആ ശരീരം ഇങ്ങനെ വിടർന്ന് വലുതാകും.
അതിനുശേഷം എന്താ സംഭവിക്കുക? അതിൻ്റെ കളറ് ഹരേസെ ലാൽ ഹോ ജാതാ ഥാ, പച്ച കളറിൽ നിന്നും റെഡ് കളറിലേക്ക് അത് മാറും, ചുവപ്പ് കളറിലേക്ക് മാറും. വഹ പിച്ചിൽ പൈറോംബർ ഉഡ്കർ ലേഖക്കോ ഡെറാനെ ലഗ്താ ഥാ, അതിനുശേഷം അത് പിൻകാലുകളിൽ ഉയർന്ന് നിന്ന് ലേഖകനെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങി. ഈ പേടിച്ചിട്ട് വിട്ട് പൊക്കോട്ടെ, ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നോർത്തായിരിക്കും പാവം. जब लेखक हेनरी के ऊपर उंगली रखता था तो उसमें क्या परिवर्तन होता था? जब लेखक हेनरी के ऊपर उंगली रख देता तो वह फूल कर बड़ा हो जाता, उसके फेफड़े शरीर में वायु भरते और उसका रंग हरे से लाल में बदल जाता था. वह पिछले पैरों पर उठकर लेखक को डराने लगता था. ओके, इन्हीं क्वेश्चन नंबर का हेनरी का रूप और भी अधिक भयानक कब दिखाई देता है? ഈ ഹെൻറിയുടെ രൂപം ആദ്യമേ തന്നെ ഒറ്റ കാഴ്ചയിൽ തന്നെ അത് ഭയാനകമാണ്. ഓക്കെ, അതിനേക്കാളും ഭയങ്കരമായിട്ട് തോന്നുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൻറിക്ക് ദായി ആങ്ക് ബായി ആങ്ക് സെ എക്ദം സ്വതന്ത്ര തി. ഹെൻറിയുടെ ദായി ആങ്ക് റൈറ്റ് ഐ, അതായത് വലത് കണ്ണ്, ബായി ആങ്ക് സെ ഇടത് സൈഡിലെ കണ്ണിനേക്കാളും എക്ദം സ്വതന്ത്രത്തി, രണ്ടും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, രണ്ടും വേറെ വേറെ സ്വതന്ത്ര രൂപത്തിൽ ആയിരുന്നു. വഹ ഏക ആങ്കോ സ്ഥിർ രേഖക്കർ ദൂസരി ആങ്കോ ഗുമാ സക്താത്ത, അതിൻ്റെ ഒരു കണ്ണുകളെ സ്ഥിരമായി അനക്കാതെ നിർത്തിക്കൊണ്ട് മറ്റേ കണ്ണ് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് അതിന് കഴിയുമായിരുന്നു. ഉസ്കെ ഐസി ചേഷ്ടായേ ഉസെ ഭയാനക രൂപതെത്തി തി. ഇതിൻ്റെ ഇത്തരം പരിപാടികൾ, ഈ ചേഷ്ടകൾ അതിൻ്റെ രൂപത്തെ ഭയങ്കരമാക്കി തീർത്തിരുന്നു. हेनरी दाई आंख बाई आंख से एकदम स्वतंत्र थे. वह एक आंख को स्थिर रखकर दूसरी आंख घुमा सकता था. उसकी ऐसी चेष्टाएं उसे भयानक रूप देती थी. ഓക്കെ, അപ്പോൾ എഴുതി വെക്കുക കേട്ടോ. 2 ക്വസ്റ്റ്യൻ ആൻസർ, ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു. क्वेश्चन नंबर घ, बच्चों के कक्षा से निकलने में हेनरी कैसे कामयाब हुआ? കുട്ടികളുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ ഹെൻറിക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ക്ലാസ് റൂമിലേക്ക് ഹെൻറി കയറിക്കൂടിയായിരുന്നു അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് ഹെൻറിയെ കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി ആകെ ബഹളമായിരുന്നു. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഹെൻറിക്ക് എങ്ങനെയാണ് സാധിച്ചത്? അതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പറഞ്ഞേ, ഹെൻറി ബച്ചോം കി കक्षा से एक खिड़की से होकर निकलने में कामयाब हो गया. പുറത്ത് ചാടാൻ ഒരു തരത്തിൽ സാധിച്ചു. അവർ ബഗീച്ചമേ ചലാ ഗയ, എന്നിട്ട് തോട്ടത്തിലേക്ക് ഓടിപ്പോയി. മനസ്സിലായോ? ഹെൻറിക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റിയത്? കിടുക്കീസെ, ജനലിലൂടെ പുറത്ത് ചാടി തോട്ടത്തിലേക്ക് ഓടിപ്പോയി. പാവം ഹെൻറി അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ദോബാര ഘർ ലൗട്ടനെ കെ ബാദ് ഹെൻറിനെ ക്യാ കിയ? രണ്ടാമത് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഹെൻറി എന്താണ് ചെയ്തത്? ദോബാര ഘർ ലൗട്ടനെ കെ ബാദ് കബി ഘർ ചോടുക്കർ നഹി ഗയ. വഹ കബി ഘർ ചോടുക്കർ നഹി ഗയ. രണ്ടാമതും വീട് തിരിച്ചെത്തിയതിന് ശേഷം പിന്നീട് അവൻ ഒരിക്കലും വീട് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയിട്ടില്ല. കാരണം ഒരു അനുഭവം തന്നെ ധാരാളമാണല്ലോ, ഇനി പുറത്ത് പോകാതിരിക്കാൻ അതുകൊണ്ട് പാവം ഹെൻറിക്ക് കഴിഞ്ഞു. दोबारा घर लौटने के बाद हेनरी ने क्या किया? दोबारा घर लौटने के बाद घर छोड़कर बाहर नहीं गया. वह घर छोड़कर बाहर नहीं गया. പിന്നീട് ഒരിക്കലും വീട് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയിട്ടില്ല, വീണ്ടും തിരിച്ച് പോയിട്ടില്ല. അതാണ് നമ്മുടെ പാവം ഹെൻറി. ഓക്കെ, പേജ് നമ്പർ 64. ഉചിത ശബ്ദ സേ വാക്യം പൂരാ കീജിയേ. ഉചിത ശബ്ദം, ശരിയായ വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ബോക്സിൽ തന്നിട്ടുണ്ട് ഓപ്ഷൻസ്, അവിടെ നിന്ന് എടുത്ത് പൂരിപ്പിച്ചാൽ മതി കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗിർഗിട്ടയ്ക്ക് ജീഫാണ് അവിടെ വേണ്ടത് കേട്ടോ. നാവ്, അതിൻ്റെ ശരീരത്തിൻ്റെ അത്ര നീളമുണ്ടെന്നാണ്. ഉസ്കെ ശരീർ ജിത്തിനി ലംബി ഹൊത്തികെ. ഗിർഗിട്ടിൻ്റെ നാവിന് അതിൻ്റെ ശരീരത്തിൻ്റെ നീളമുണ്ടെന്നാണ് പറയുക. അവിടെ നമുക്ക് വേണ്ട ജീഫ് എന്നാണ്. ജീഫ് എന്ന് പറഞ്ഞാൽ ടങ്ക്. ഓക്കെ,
क्वेश्चन नंबर ख, गिरगिट की उंगुलियां और अंगूठे തോത്തെ के पंजम से मेल खाते हैं. തത്തയുടെ കാലുകൾ പോലെയാണ് ഗിർഗിട്ടിൻ്റെ കൈയും കൈയുടെ വിരലുകളും. ഓക്കെ, അപ്പോൾ അവിടെ തോത്തയാണ് വേണ്ടത്. തോത്തയെന്ന് പറഞ്ഞാൽ തത്തകൾ. क्वेश्चन नंबर ग, गिरगिट के सिर पर हेलमेट जैसी सख्यत कलगी होती है. ഗിർഗിട്ടിൻ്റെ തലയിൽ ഹെൽമറ്റ് പോലെ ഒരു കൽകിയുണ്ട്. പൂവൻ കോഴിയുടെ ഒക്കെ തലയിൽ പൂവുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ജീവിക്കുണ്ട് ഒരു പൂവ് തലയിൽ ഹെൽമറ്റ് പോലെ. ഇനി പേജ് നമ്പർ 64 തന്നെ താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അനുച്ഛേദ പടുക്കർ പ്രശ്നം के उत्तर लिखिए. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ചിട്ട് അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ എഴുതുക. അത് നിങ്ങൾ തന്നെ എഴുതുക കേട്ടോ. ഖണ്ഡിക വായിച്ചിട്ട് എഴുതുക, എന്നെ കേൾപ്പിക്കുക. താങ്ക് യു. പേജ് നമ്പർ 65. നെക്സ്റ്റ് പേജ് നമ്പർ 65 ഭാഷാ കൗശലാണ്. ഭാഷാ കൗശൽ അതിൻ്റെ അകത്ത് പാഠവും സമിച്ചോ അവർ ജോഡോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കുക, മനസ്സിലാക്കുക, കൂട്ടിച്ചേർക്കുക. ഓക്കെ, മസ്കുലിൻ ജെൻഡറും അതിൻ്റെ ഫെമിനിൻ ജെൻഡറും തമ്മിലാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. ദാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, ദാദി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. മാലി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ, മാലിൻ തോട്ടക്കാരി. നെക്സ്റ്റ് സഹായിക ഹെൽപ്പർ ഫെമിനിൻ ജെൻഡർ ആൻഡ് മസ്കുലിൻ ജെൻഡർ. അധ്യാപക എന്ന് പറയുന്ന മസ്കുലിൻ ജെൻഡറാണ്, അധ്യാപിക ഫെമിനിൻ ജെൻഡർ. നെക്സ്റ്റ് ശ്രീമാൻ, ശ്രീമതി, മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് പഠിച്ചത്. താങ്ക് യു. നെക്സ്റ്റ് പേജ് നമ്പർ 65. പേജ് നമ്പർ 65 വചൻ ബദലിയെ എന്ന് പറഞ്ഞാൽ വചനം മാറ്റുക. ഏകവചനം, ബഹുവചനം ടു ഏകവചനം. അത് ഏത് വചനമാണെങ്കിലും ഓപ്പോസിറ്റ് വചനത്തിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. അതായത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ടു സിംഗുലർ, ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ബച്ച, ബച്ചെ, ബഗീച്ച, ബഗീച്ചെ, ഊങ്കുലി, ഊങ്കുലിയാം. ഓക്കെ, അതാണ് എൻ്റെ അകത്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് അങ്കുട്ട, അങ്കുട്ടേ, കക്ഷ, കക്ഷായേ, കിടക്കി, കിടക്കിയാം. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു. ആങ്ക്, ആങ്കേ, പംച, പംചെ. അപ്പോൾ പേജ് നമ്പർ 65. क्वेश्चन नंबर 3 ഉദാഹരൺ കെ അനുസാർ ശബ്ദ ബനാക്കർ ലിഖി. തന്നിരിക്കുന്ന ഉദാഹരണം അനുസരിച്ച് വാക്കുകൾ ഉണ്ടാക്കി എഴുതുക. ഓക്കെ, അത് മേക്ക് ഇൻ വൺ വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജിസ്ക ബഹുത്ത് महत्वपूर्ण, जो बहुत मैत्री रखे, मैत्रीपूर्ण. मुस्कुराने का भाव, मुस्कुराहट. घबराने का भाव, घबराहट. जो बहुत शांति रखे, शांतिपूर्ण. चिल्लाने का भाव, चिल्लाहट. അപ്പോൾ ഇതാണ് വൺ വേർഡ്. മേക്ക് ഇൻ വൺ വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഏക് ശബ്ദമേ ഉത്തർലിക്കോ, യാ മേക്ക് വൺ വേർഡ് എന്ന് പറഞ്ഞും ഈ ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതനുസരിച്ച് എഴുതുക. താങ്ക് യു. പേജ് നമ്പർ 65 തന്നെ ഏറ്റവും താഴെ ക്വസ്റ്റ്യൻ നമ്പർ 4 കേട്ടോ. എല്ലാവരും നോക്കിക്കേ, 2 സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. 2 സെൻറ്റൻസിനെ നമ്മൾ ഒരു സെൻറ്റൻസ് ആക്കി എഴുതണം. ഓക്കെ, നമ്മൾ ചേർത്ത് എഴുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ 2 സെൻറ്റൻസുകൾ ചേർത്ത് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞ്? ആൻഡ്, ബിക്കോസ്, ഇങ്ങനെ ഇതുപോലെയുള്ള കുറച്ച് വാക്കുകൾ ചേർത്ത് നമുക്ക് നമ്മുടെ ഹിന്ദിയിലെ സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം? ചേർത്ത് എഴുതണം. ജോയിൻ ചെയ്ത് എഴുതി ഒരു സെൻറ്റൻസ് ആക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ക, അതായത് 1 ലോഗ് गिरगिट को देख रहे थे, वे चिल्ला रहे थे. ദേക്ക് രഹത്തെ, ഗിർഗിട്ടിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വേ ചില്ലാ രഹത്തെ, അവർ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 സെൻറ്റൻസാണ്. ഓക്കെ, ഇതിന് നമുക്ക് ഒരു സെൻറ്റൻസായിട്ട് എങ്ങനെ എഴുതാം നോക്കിക്കേ. ടീച്ചർ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. ലോഗ് ഗിർഗിട്ട് കോ ദേക്ക് കർ. ദേക്കാന്നുള്ളിടത്ത് എന്നാ എഴുതി? ദേക്ക് കർ. എന്നിട്ട് എന്ത് ചെയ്തു? ചില്ലാ രഹത്തെ എടുത്ത് ചേർത്ത് എഴുതി. ഇപ്പോൾ സെൻറ്റൻസ് ഒരു സെൻറ്റൻസേ ഉള്ളൂ, 2 ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാക്കേണ്ടതേ. ഓക്കെ,
അപ്പോൾ लोग गिरगिट को देखकर चिल्ला रहे थे. नेक्स्ट क्वेश्चन नंबर ख. दादाजी ने गिरगिट को बचाया. वे ഉസ്സെ ഘർ ലേ ആയേ. ദാദാജി ഗിർഗിട്ടിനെ രക്ഷിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. രണ്ട് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ആക്കാം. ദാദാജി ने गिरगिट को बचाकर घर ले आए. ബച്ചായ എന്നുള്ളിടത്ത് എന്ത് എഴുതി? ബച്ചാക്കർ. അപ്പോൾ ആ സെൻറ്റൻസ് രണ്ടും ഒന്നായി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഖ. ഗ വഹ പിച്ചലെ പൈറവെ ഒട്ടുത്ത. പിൻകാലുകൾ എഴുന്നേറ്റിരുന്നു. വഹ മുझे डराने के लिए हिलने लगा. അവൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വിറയ്ക്കാൻ തുടങ്ങി. എന്നൊരു സെൻറ്റൻസ് ആക്കാം നമുക്ക്. ഓക്കെ, വഹ പിച്ചലെ പൈറ ഉടുക്കാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട്. മുझे डराने के लिए हिलने लगा എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നിന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ ഖ. അധ്യാപകനെ ഗിർഗിട്ട് കോ ദേഖ. അധ്യാപകൻ ടീച്ചർ ആരെ കണ്ടു? ഗിർഗിട്ടിനെ കണ്ടു. അതൊരു സെൻറ്റൻസ് ആണ്. വഹ ചില്ലാനിലേക്ക, അദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. ഇപ്പം ഇതിനെ രണ്ട് സെൻറ്റൻസിൽ നിന്ന് ഒരു സെൻറ്റൻസിലേക്ക് നമുക്ക് ആക്കാം. वह पिछले पैरों से उठकर, उठानुള്ളിടത്ത് उठकर मुझे डराने के लिए हिलने लगा. क्वेश्चन नंबर घ. അധ്യാപകനെ ഗിർഗിട്ട് को देखा. അധ്യാപകൻ ഗിർഗിട്ടിനെ കണ്ടു. വഹ ചില്ലാനെ ലगे. അദ്ദേഹം ഗിർഗിട്ടിനെ കണ്ടിട്ട് ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് നമുക്കൊരു സെൻറ്റൻസ് ആക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. അധ്യാപക ഗിർഗിട്ട് को देखकर ചില്ലാനെ ലगा. ദേക്ക എന്നുള്ളിടത്ത് തന്നെ ഇത് ദേക്കുക. അധ്യാപക ഗിർഗിട്ട് കോ ദേക്ക എന്നുള്ളിടത്ത് ദേക്കർ ചില്ലാനിലേക്ക്, കണ്ടിട്ട് കരയാനായിട്ട് തുടങ്ങി. ഇനി അടുത്ത ഒരെണ്ണം കൂടിയുണ്ട് കേട്ടോ, നെക്സ്റ്റ് പേജിലാണ്. നെക്സ്റ്റ്. बच्चों ने गिरगिट को डेस्क पर चढ़ा देखा. वे इधर उधर भागने ലഗെ. ബച്ചോംനെ കുട്ടികൾ ഗിർഗിട്ട് ഡെസ്കിൻ്റെ പുറത്ത് കയറുന്ന കണ്ടപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കത്തുള്ളൂ അല്ലേ? ഏത് സ്കൂളിലാണെങ്കിൽ പോലും, എത്ര വലിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ജീവി ഡെസ്കിലേക്ക് ചാടി വന്ന് കയറുന്ന കണ്ടാൽ തീർച്ചയായും കുട്ടികൾ ഓടിയിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒരു സെൻറ്റൻസ് ആക്കി പറഞ്ഞ്. ബച്ചോംനെ गिरगिट को डेस्क पर चढ़ा देखकर इधर उधर भागने लगे. बच्चों ने गिरगिट को डेस्क पर चढ़ा देखकर इधर उधर भागने लगे. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഉദാഹരണ കെ അനുസാർ ദി ഗയ് ക്രിയാവോം സേ വാക്യ ബനാവോ. തന്നിരിക്കുന്ന ഓരോ ക്രിയ നിങ്ങൾക്ക് തരും. എന്താണ് ക്രിയ എന്ന് പറഞ്ഞാൽ വെർബ് വാക്കുകൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് അത് ചേർത്ത് ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കണം. അതാണ് സംഭവം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു. उदाहरण के अनुसार दी गई क्रियाओं से वाक्य बनाओ. വാക്യം ഉണ്ടാക്കണം, സെൻറ്റൻസ് ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ലേ ആന കൊണ്ടുവരിക. ദാദാജി ഉസെ ബച്ചാനെ കെ ലിയെ ലേ ആയ. दादाजी उसे बचाने के लिए ले आया. ओके, क्वेश्चन नंबर ख. डाल देना. रोहन ने कूड़े को डिब्बे में डाल दिया. रोहन कूड़े റബ്ബിഷ് അല്ലേ, വേസ്റ്റ്, അത് കൊണ്ടുപോയി ബോക്സിൽ കൊണ്ടിട്ടു. ഡിബ്ബ എന്ന് പറഞ്ഞാൽ ബോക്സിൽ കൊണ്ടുപോയി ഇട്ടു. ഗുസ് ജാന. രാത് കോ ഉസ്കെ ഘർ മേ ചോർ ഘുസ് ഗേ. രാത്രിയിൽ അവരുടെ വീട്ടിൽ ചോർ കയറി, കള്ളൻ കയറി. ക്വസ്റ്റ്യൻ നമ്പർ ഖ. ചില്ലാനെ ലഗാന. ഒച്ചയുണ്ടാക്കാനായിട്ട് ആരംഭിക്കുക. ചോർക്കോ തേക്കുക. റോഹൻ ചില്ലാനയിലേക്ക്. കള്ളനെ കണ്ട് റോഹൻ ഉറക്കെ വിളിക്കാനായിട്ട് തുടങ്ങി. ചോർ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ ഖ. ലൗട്ടാന. പാപ്പ കൽ രാത്ത് ഷിമല സെ ലൗട്ടായേ. ഇന്നലെ രാത്രിയിൽ പാപ്പ ഷിംലയിൽ നിന്നും തിരിച്ചു വന്നു. അപ്പോൾ സെൻറ്റൻസ് മേക്കിംഗ് കഴിഞ്ഞു. ഓക്കെ, പഠിക്കുക. താങ്ക് യു.